ആക്ഷൻ എന്റർടൈനർ സിനിമയുമായിട്ട് വിനീത് ശ്രീനിവാസനും കൂട്ടിനും വീണ്ടും എത്തുകയാണ്. രണ്ടുപേർക്കും സ്വാഗതം. വിനീതേട്ടാ, വിശാഖേട്ടാ, നമസ്കാരം. സീറ്റിലേക്ക് ആ ഇൻട്രോ ഒരു ബാധ്യതയാവുമെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം തിരക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഒരു ഹൈ ലെവൽ എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ സിനിമ റിലീസ് ചെയ്ത് തിയേറ്ററിലുണ്ടായ ഇമ്പാക്റ്റ് അല്ല പിന്നീട് ടെലിവിഷനിൽ വന്നതിന് ശേഷം ആളുകൾ സ്വീകരിച്ചത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി ആളുകൾ കരം കാണാൻ വന്നാൽ കുഴപ്പമുണ്ടോ? ആളുകൾ വന്നാൽ മതി. എക്സ്പെക്ടേഷൻസ് കുഴപ്പമില്ല. അല്ല, നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ഞാൻ ആലോചിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു ത്രില്ലർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 12 കൊല്ലമായി. അപ്പം ഞാൻ അത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഞാനൊരു ജോണർ മാറിയിട്ടൊരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ അത് ആൾക്കാർ വന്ന് കാണട്ടെ, അത് ആൾക്കാർ വന്ന് കാണണം എന്നുള്ളൊരു സംഗതിയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണല്ലോ, ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നിട്ട് ആ സിനിമ കണ്ട് തിരയിറങ്ങിയ സമയത്ത് അധികം പേര് വന്ന് കണ്ടിട്ടില്ല. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 90 ഡേ പോസ്റ്ററൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല 90 ഡേ പോസ്റ്റർ വലിയ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. വിശാഖ ഒട്ടിച്ചാണ്, വിശാഖ സ്നേഹത്തിന്റെ പുറത്തൊട്ടിച്ചായിരിക്കും. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതെ അതെ. ഈ പടത്തിലേക്ക് വരുമ്പോഴേ, ഇപ്പം ഡയറക്ഷൻ കൂടെ പ്രൊഡക്ഷൻ, ഇത് രണ്ടും ഒരു തലവേദന അല്ലേ? ഇപ്പോൾ ഡയറക്ഷൻ മാത്രം ആകുമ്പോൾ തന്നെ ഒരു തലവേദന ഉണ്ട്, അതിൻ്റെ കൂടെ പ്രൊഡക്ഷൻ വേറൊരു തലവേദന. ഇത് രണ്ടും കൂടെ, അതും നമ്മുടെ നാട്ടിൽ പോലും അല്ല, വേറൊരു നാട്ടിൽ. ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? അല്ല, എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വലിയ സ്റ്റാർസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഈ സിനിമ ചെയ്യണമെന്ന് നമ്മളങ്ങ് തീരുമാനം എടുത്തു. അപ്പോൾ ഇതിപ്പോൾ വിശാഖ് എല്ലാ റിസ്ക്കും വിശാഖ് ഒറ്റയ്ക്ക് ബെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം ഞാൻ വിശാഖിനോട് അങ്ങോട്ട് പറഞ്ഞതാണ്, ഞാനും പാർട്ട്ണർ പ്രൊഡ്യൂസറായിട്ട് ഇതിൽ നിൽക്കാം, ഒരാൾ ഒറ്റയ്ക്ക്, കാരണം എന്തായാലും റിസ്ക് എടുക്കുകയാണ്, അതിൽ ഒരാളെ മാത്രം നമ്മൾ തള്ളിവിടുന്ന പോലെ ആവാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത്. ഞാനും വിശാഖം കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അല്ല, ഇത് ഫസ്റ്റ് വിനീത വിളിച്ചിട്ട് ഇങ്ങനെ സ്റ്റോറി നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്ത വർഷങ്ങൾക്ക് ശേഷം ഷൂട്ടിന് മുമ്പേ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. വിനീത് നോബിളും കൂടെ ഒരു ഏപ്രിൽ സമയത്ത്, ഐ തിങ്ക് 24 അല്ലേ, ലാസ്റ്റ് ഇയർ 23 സമയത്തേ ഉണ്ടായിരുന്നു. ആക്ച്വലി വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് റിലീസ് ആയിട്ട് വന്ന പ്രോജക്റ്റ് അല്ല, വർഷങ്ങൾക്ക് ശേഷം ഷൂട്ടിന് മുമ്പേ ഒരു വർഷം മുമ്പേ ഞാൻ നോബിൾ ഈ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നോബിൾ ഇത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഇരുന്ന സമയത്താണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. നോബിൾ ഡയറക്റ്റ് ചെയ്ത് നോബിൾ അഭിനയിക്കുന്ന രീതിയിൽ അവൻ ഈ പ്രോജക്റ്റ് ഇങ്ങനെ പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടതാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ, നിനക്ക് പ്രൊഡക്ഷൻ ലൈനപ്പ് ആവാൻ സമയമാവുകയാണെങ്കിൽ 1 വർഷം വെയിറ്റ് ചെയ്താൽ ഇത് ഞാൻ ചെയ്യാം, എനിക്കിത് ചെയ്താൽ കൊള്ളാമെന്ന് ഉണ്ട്, എനിക്കിത് ഈ സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ത്രില്ലേഴ്സ് ഇഷ്ടമാണ്. ഞാൻ ആ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകൾ ആ സോണിലല്ലെന്നേ ഉള്ളൂ. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഇപ്പോൾ ഹെലൻ ആണെങ്കിലും ത്രില്ലറാണ്. ഞാൻ ത്രില്ലർ ഫിലിംസിൽ ഇപ്പോൾ മുകുന്ദനുണ്ണി ആണെങ്കിലും ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിൽ ആ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, തങ്കത്തിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ട് കുറേ കാലമായല്ലോ. അപ്പോൾ ഞാൻ നോബിളിനോട് ചോദിച്ചു, നിനക്ക് വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നോബിൾ പറഞ്ഞു, നീ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ വിശാഖിനോട് വിളിച്ച് ചോദിക്കുന്നത്, വിശാഖി ഒരു വലിയ ലീപ്പ് ഓഫ് ഫെയ്ത്ത് ഞാൻ എടുക്കുകയാണ്, അപ്പോൾ നീ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ വിനീത് ചാടുന്നുണ്ടെങ്കിൽ ഞാൻ ചാടാന്ന് പറഞ്ഞു. അതെ, വിശാഖ വിനീതിനോട് മാത്രമേ ചാടുള്ളൂ. എനിക്ക് ആ ചാട്ടം ഭയങ്കര ഇഷ്ടമാണ്. വെളിയിലത്തെ ചാട്ടം എവിടെ വരെ പോയി വീടും അറിയത്തില്ല. അല്ല, അത് നിങ്ങൾ തമ്മിൽ ഒരു റാപ്പ് ഉള്ളത് കൊണ്ട് അത് അങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ള. ഡെഫിനറ്റ്ലി ട്രസ്റ്റ് എന്നൊരു ഫാക്ടർ ഉണ്ടല്ലോ മൊത്തത്തിൽ. ഇപ്പം നമ്മൾ 3ാമത്തെ പടമായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വാഷിംഗ് മെഷീൻ സമയത്ത് ഞാൻ ചോദിച്ച കാര്യം, വിനീത് ഉറപ്പായിട്ട് വിനീത് റെഡിയാണല്ലോ ചെയ്യാമെന്ന് ചോദിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എടാ ഞാൻ ഇത് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു. വിനീത് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ. കാരണം ആ സമയത്ത് ഞാൻ സ്റ്റോറി കാരണം വിനീത് അന്ന് കേട്ടതേ ഉള്ളൂ സബ്ജക്റ്റ്, എന്നിട്ട് ഉടനെ എന്നെ വിളിക്കുന്നത്. അപ്പം എൻ്റെ സ്റ്റാർ കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും അന്നാണ്. നോബിൾ മാത്രം ഉണ്ടെന്ന് പറയുന്നുണ്ട്, ത്രില്ലർ പടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു അത്യാവശ്യം നമുക്ക് വലിയ സ്കെയിലിൽ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇപ്പം ഷൂട്ട് കഴിഞ്ഞപ്പം ഒരു സൂചന ഇട്ടിട്ട് തന്നു. പിന്നെ വിനീതിനൊരു സംഭവം ഉണ്ട്, എല്ലാം ആദ്യം ഇങ്ങനെ പറയും, പിന്നെ ഓരോന്ന് കഴിയുന്തോറും ഇങ്ങനെ ബിൽഡ് ചെയ്ത് അവസാനം ഇത് ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായതോ എന്ത് നന്നായി എന്നെ വിളിച്ചതെന്ന് ചോദിക്കും. കാരണം ഞാനായിട്ട് അങ്ങോട്ട് ചോദിച്ചില്ല, കാരണം ഓൾമോസ്റ്റ് വിചാരിച്ചെന്റെ ഓൾമോസ്റ്റ് ഒരു ആ രീതിയിൽ കൊണ്ടെത്തിച്ചു. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഡെഫിനറ്റ്ലി
ഓക്കെ, സോ ഓഡിയൻസ് പെർസ്പെക്റ്റീവ് നിന്നാണ് ഈ ചോദ്യം. നോബിള് ഇപ്പോൾ നമ്മൾ ഹെലനിലൂടെ പരിചിതമാണെങ്കിൽ പോലും അതൊരു ഫീമെയിൽ സെൻട്രിക് സ്റ്റോറിയാണ്. അന്നെ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പം നോബിൾ ചെയ്ത ഫിലിപ്സ് ആയിക്കോട്ടെ, അതും മുകേഷ് ഉണ്ട് ആ പടത്തിന് ഒരു സ്ട്രോങ് ക്യാരക്ടർ. ഇപ്പം നോബിളിനെ നായകനാക്കി കൊണ്ടുവരുന്നു. നിങ്ങൾ ഫോറിൻ ലൊക്കേഷൻസിൽ പോയി ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ പടം എടുക്കുന്നു. യു ബീങ് ദ ഡയറക്ടർ, താങ്കൾക്കൊരു ഫിലിമോഗ്രഫി ഉണ്ട്, അതിലൊരു ഓഡിയൻസിൻ്റെ ഇതുണ്ട്. അപ്പം ഒരുപാട് റിസ്ക് ഇല്ലേ ഇതിനകത്ത്? കമ്പയറിങ് ഓഡിയൻസ്, എന്തുകൊണ്ട് ഞാൻ ഈ പടം ചൂസ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും സിനിമ ചെയ്യാൻ പറ്റില്ല. മോഡസ്റ്റ് ആവല്ലേ? ഞാൻ ഇപ്പോഴത്തെ തിയേറ്റർ മാർക്കറ്റ് വെച്ചും കൂടെ ചോദിക്കുക എങ്ങനെയൊരു സംഭവം. രാജമൗലി പറഞ്ഞൊരു കാര്യമുണ്ട്, ഡോണ്ട് ടോക്ക് ടു ദ മാർക്കറ്റ്, ടോക്ക് ടു ദി ഓഡിയൻസ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണത്. നമ്മളെപ്പോഴും ഫിലിം മേക്കേഴ്സ് എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമ എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആലോചിച്ച് നോക്കുക, അവരെത്ര ഇൻവെസ്റ്റ് ചെയ്തു ആ സിനിമയിൽ എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സാണ്. ആരും സൂപ്പർ സ്റ്റാർസോ എ ലിസ്റ്റ് അങ്ങനത്തെ സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ആൾക്കാരല്ല, എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സാണ്. പക്ഷേ അവരെ വെച്ചിട്ട് അന്ന് അവർ അത്രയും ബഡ്ജറ്റിൽ ആ സിനിമ ചെയ്യാൻ ഗട്ട്സ് കാണിച്ചില്ലേ? അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. ഇപ്പം എൻ്റെ ഫസ്റ്റ് പടം മൊത്തം പുതിയ ആൾക്കാരുടെ കൂടെയാണ്. എൻ്റെ സെക്കൻഡ് പടം ചെയ്യുമ്പോഴും നിവിനും അജു ഒക്കെ അവർ സ്റ്റിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെയാണ്. ഞാൻ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത പടം ആനന്ദ, അത് മൊത്തം പുതിയ ആൾക്കാർ. ഞാൻ രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്ത പടം ഫീമെയിൽ സെൻട്രിക്കാണ്. എൻ്റെ മൂന്നാമത്തെ ഡയറക്ടോറിയൽ ഫിലിം സ്റ്റാർസ് ഇല്ലാത്ത പടമാണ്. അപ്പം ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്, ഞാൻ ഇന്ന് വരെ സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ട് എനിക്കൊരു പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെയും കുറേ പുതിയ ആൾക്കാരുടെ കൂടെയും തന്നെയാണ് പടം ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ സംസാരിച്ചല്ലോ, ഇത് ഞാൻ വിനീത് ഓൾറെഡി ചോദിച്ച കാര്യമായിരുന്നു. കാരണം വർഷങ്ങൾക്ക് ശേഷം സമയത്ത് ഇത്രയും സ്റ്റാർ കാസ്റ്റ് കൊണ്ടുവന്നിട്ട് അപ്പം എന്നിട്ട് കാരണം ഞാൻ ചെയ്തൊക്കെ ഇപ്പം ലവ് ആക്ഷൻ ഡ്രാമ നിവിൻ നയൻതാര സംഭവമല്ല. അപ്പം എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞാൻ വിനീത് ചോദിച്ചു, ആർ യു റെഡി ഫോർ ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിനീത് പറഞ്ഞിടാ, ഞാൻ ചെയ്ത പടങ്ങളൊക്കെ അന്നാണ് ഞാനും ഇപ്പം ആലോചിച്ചില്ലേ, ഈ ആലോചന ഞാനും ആലോചിച്ചു, ശരിയാണല്ലോ പറഞ്ഞല്ലേ. അപ്പം വിനീതിനെ ഇത് മുമ്പും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അന്നത്തെ ബഡ്ജറ്റ് വൈസ് അല്ല ഇപ്പം ഒരു പടം എടുക്കണില്ല. അതിപ്പോ വിനീത് അങ്ങനത്തെ ഒരു റിസ്ക് ഫാക്ടർ വന്നപ്പോൾ വിനീതും കൂടെ നിന്നു. അതൊരു ചെറിയ കാര്യമല്ല, ഒരാളെ മാത്രം പുഷ് ചെയ്ത് വിടെയല്ലോ. അപ്പൊ ആ സ്റ്റോറിയിലും സബ്ജക്റ്റിലും കോൺഫിഡൻസ് ഉണ്ടല്ലോ ഒരു ഡയറക്ടറിന്. അത് തന്നെയാണ് ഈ പടം ചെയ്യാനുള്ളൊരു മെയിൻ കാരണം. അല്ല, ഇപ്പം വിനീതായിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിനെ അങ്ങനെ നോക്കാറില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു പ്രൊഡ്യൂസർ ആകുമ്പോഴും അത് ശ്രദ്ധിക്കാറില്ല എന്നത്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് മാത്രം ആലോചിച്ചുകൊണ്ട് നമ്മൾ സിനിമ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ സിനിമ ചെയ്തിട്ടുള്ള പല സംവിധായകർക്കും അവർ ആഗ്രഹിച്ച സിനിമകൾ ചെയ്യാനേ പറ്റില്ല. എല്ലാവരും ബൗണ്ടറീസ് പുഷ് ചെയ്തിട്ടല്ലേ പോയിട്ടുള്ള. നമ്മൾ വലിയ പടങ്ങൾ തന്നെ എടുക്കാം. ഇപ്പോൾ ബാഹുബലി തുടങ്ങുന്ന സമയത്ത് അത്രയും ബഡ്ജറ്റിൽ ആ പടം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ സക്സസ് ആവുമെന്ന് അതെങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കാൻ പറ്റുമോ? അതിന് മുമ്പൊരു ബാഹുബലി ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ബാഹുബലിയാന്നല്ല. ആ എക്സാമ്പിൾ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ കന്നഡയിൽ നിന്ന് ഇപ്പോൾ KGF വന്ന സമയത്ത് ഹോംബാലെ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു, ഇത് അവരുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ് സിനിമയാണ്. അങ്ങനെ രീതിയിൽ അവർ പുഷ് ചെയ്യുകയും ചെയ്തു. സ്റ്റോറിയിൽ അവർ ഭയങ്കര നമ്മൾ KGF-ലല്ലേ കാണുന്നത്. അതിന് മുമ്പ് ഞാൻ KGF ആണ് യഷിന്റെ ആദ്യം കാണുന്ന ഫിലിം. അതെ, ഇപ്പൊ കാന്താര വരുന്ന സമയത്ത് നമുക്കതിൽ അഭിനയിച്ച ആൾക്കാരെ അറിയില്ലല്ലോ. ഇപ്പൊ അടുത്ത് രാജീവ് ഷെട്ടിയുടെ ഒരു പടം വന്നില്ലേ, സൂ ഫ്രം സൂ. അതാ നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ നല്ലതാണെങ്കിൽ ആൾക്കാർ രണ്ടാമത്തെ ഷോ കഴിയുമ്പോഴേക്കും ആൾക്കാർ വരും. ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ ലോകയുടെ ബഡ്ജറ്റ് വെച്ചിട്ട് ഇപ്പം പറഞ്ഞല്ലോ ഒരു ഇത്രയും റിസ്ക്. ദുൽഖർ ആ റിസ്ക് എടുത്തില്ല, ദുൽഖർ പോലും ആക്ട് ചെയ്യണില്ലല്ലോ. ഇപ്പൊ ദുൽഖർ ആ ഒരു ബൗണ്ടറീസ് പുഷ് ചെയ്തു. ഇപ്പൊ ഓരോ ആൾക്കാര് ആ ബൗണ്ടറീസ് പുഷ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ദുൽഖർ ആ റിസൾട്ട് കിട്ടി, കാരണം സിനിമയിൽ ഫുൾ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ആലോചിക്കണേ, മലയാളത്തിൽ എത്ര പേര് ആ റിസ്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു സ്റ്റഡി OTT ബിസിനസ് ഇല്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ സിനിമയിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന എത്ര പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഉണ്ട്. പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇപ്പം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ റിലീസായി. ആ പടത്തിന് തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. പക്ഷേ ആ തിയേറ്ററിൽ വർക്കായില്ല. ആ പടം വർക്കായില്ല ഞാൻ പറയാൻ കാരണം, ഞാൻ അതിൻ്റെ ഡയറക്ടർ വിനീഷിനോടും ആനന്ദിനോടും സംസാരിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞ കാര്യമാണ്. അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്രോ നമ്മുടെ പടത്തിന് നല്ല റിസൾട്ട് കിട്ടി, അതായത് അത്യാവശ്യം ഓഡിയൻസ് റെസ്പോൺസ് കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് പറ്റിപ്പോയതെന്ന് വെച്ചാൽ ഞങ്ങൾ മാർക്കറ്റ് ചെയ്തില്ല. അത് ഞങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതായത് വേർഡ് ഓഫ് മൗത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം വിശ്വസിച്ചിരുന്നെങ്കിൽ ആ പടത്തിന് തിയേറ്ററിൽ ഈ വിധി വരില്ലായിരുന്നു. പിന്നീട് OTT വന്നതിന് ശേഷം അത് വീണ്ടും ചർച്ചാ വിഷയമായി. നമ്മൾ സ്കൂൾ സിലബസിൽ ഉൾപ്പെടെ മറ്റേ ബെഞ്ചിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ വന്നു. പക്ഷേ ദേ സെഡ് ദാറ്റ് അവർ മാർക്കറ്റ് ചെയ്യാത്തതിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്, വേർഡ് ഓഫ് മൗത്തിൽ അവർ വിശ്വസിച്ചതിൽ വർക്കായില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു.
നമ്മൾ ഇതിൽ ഇതിൻ്റെ പോസിറ്റീവ് വേറൊരു സൈഡ് ആലോചിച്ച് നോക്ക്. ആ സിനിമ എന്തുമാത്രം ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പം തിര ഇറങ്ങിയ അതെ അതെ അല്ല തിയേറ്ററിൽ ഓടാതിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടർക്ക് എവിടെയും പോയിട്ട് ഇന്ന് ആരുടെ അടുത്തും ചെന്ന് ഒരു കഥ പറയാം. അതൊരു സക്സസ് ആയ സിനിമ ചെയ്ത ഡയറക്ടർക്ക് പോലും ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. അയാളുടെ സിനിമ അപ്പോൾ ബോക്സ് ഓഫീസിൽ സക്സസ് ആയിരിക്കും, പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയായിട്ട് എല്ലാ സിനിമകളും മാറൂലല്ലോ. അപ്പോൾ നാളെ പുള്ളിക്ക് പോയിട്ട് ഇപ്പം തമിഴിലും അടക്കം തമിഴ്നാട്ടിലൊക്കെ ആ സിനിമ ഭയങ്കര ചർച്ചയായിട്ടുണ്ട്. നാളെ ഒരു എ-ലിസ്റ്റർ ആക്ടർ എടുത്ത് പോയിട്ട് പുള്ളിക്ക് ഈസിലി കഥ പറയാൻ പറ്റും. അതാണ് സക്സസ്. നമ്മൾ കാണുന്ന ഒരു ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ ഉള്ളതല്ലല്ലോ സക്സസ്, അതിന്റെ അപ്പുറത്തും ഉണ്ടല്ലോ. ഡെഫിനറ്റ്ലി ഇപ്പൊ പറഞ്ഞ ശരി. കാരണം ഇനി ഒരു കാലത്ത് മലയാളത്തിന് ഇപ്പൊ ലാസ്റ്റ് 1 year ആയിട്ട് ഈ പ്രോസസ്സ് ചേഞ്ച് അടയ്ക്കുക. ഇനി മുമ്പത്തെ പോലെ പ്രീ ബിസിനസ് ചെയ്ത് സേഫ് ആക്കി തിയേറ്ററിൽ ഇറത്തുന്നുള്ള സിനിമ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു പ്രോസസ്സ് തീർന്നു. അതൊരു കോവിഡ് സമയത്ത് ഒരു സംഭവമായിട്ട് വന്നു. ഒരു ലാസ്റ്റ് 1 year ആയപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പം ബാക്ക് ടു നമ്മൾ ഒരു 10 years ബിഫോർ ഉണ്ടായിരുന്നല്ലോ, ഫുൾ റിസ്കോടെ തിയേറ്ററിൽ വരിക, നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും, കൈയടിക്കും. ഒരു 50 days 70 days. ഇപ്പം നമ്പർ ഓഫ് ഡേയ്സ് കുറഞ്ഞു, കാരണം വൈഡ് റിലീസ് വന്നല്ലോ. ഇപ്പം ഒരു ഗുണം എന്ന് വെച്ചാൽ പടം കൊള്ളാമെങ്കിൽ ഒരു 10 days തന്നെ ഇപ്പൊ കളക്ഷൻസ് കാണില്ലേ. ലോകയുടെ 10 ദിവസം ആയിട്ടേ ഉള്ളൂ ഇത്രയും കളക്ഷൻ. അതെ, അപ്പം അതാണ് നല്ലതാണ്. നമ്മുടെ ആൾക്കാർ വരും. അവർക്ക് തിയേറ്ററിൽ കാണേണ്ട പടം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ വരും. തിയേറ്ററിൽ കാണണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിയേറ്ററിൽ അവരെ അത്രയും ആകർഷിക്കാത്ത സിനിമയാണെങ്കിൽ അവർ OTT വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ട് വീട്ടിലിരുന്ന് കരയുക, അത്രേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഫീൽ ഗുഡ് പടങ്ങള് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലാലേട്ടൻ ഹൃദയപൂർവ്വം ഫീൽ ഗുഡ് ആണെങ്കിൽ പോലും അത് ഒരു 50 crore ഇപ്പൊ മാർജിൻ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇത് മറ്റൊരു നടനാണ് ഫീൽ ഗുഡ് പടമായിട്ട് വന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഇതിലേക്ക് വരണമെന്നില്ല. ആളുകൾ വിചാരിക്കും OTT വരട്ടെ, ഇത് ലാലേട്ടനെ കൂടെ തിയേറ്ററിൽ കാണുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ യു ബീങ് ദ പ്രൈം ഡയറക്ടർ ഓഫ് ഫീൽ ഗുഡ് ഫിലിംസ്, അത് എത്രമാത്രം റിസ്ക് ഫാക്ടർ ഉണ്ടാവുന്നത്. ഞാൻ കഥത്തെ കുറിച്ചല്ല ചോദിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ നാളെ ഒരു ഫീൽ ഗുഡ് പടം ഞാൻ എടുക്കുകയാണ്, ഇപ്പോൾ ഒരു നോബലിനെ പോലെ ഒരു താരം, ഒരു വ്യക്തിയെ കൊണ്ട് ഞാൻ ഒരു ഫീൽ ഗുഡ് പടം എടുക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ 2 പടം വിനീതിന്റെ ഫീൽ ഗുഡും ഡ്രാമയോ ചെയ്തു. എനിക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രണവ് ഹീറോ, മറ്റതില് ഒരു ബഞ്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറയുന്നത് നോബൽ പോലെ ഒരു ഹൃദയം ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, ആക്ച്വലി ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയാം. കാരണം ആ സമയത്ത് വിനീത് അപ്പുവായിട്ട് പടം ചെയ്തിട്ടില്ലല്ലോ, പ്രണവായിട്ടില്ല, വേറെ കോമ്പിനേഷനിലാണ് വിനീത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പ്രണവിന്റെ കഴിഞ്ഞൊരു പടം കുറച്ച് മോശമായി അറിയായിരുന്നല്ലോ, പോയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതേ റിസ്ക് ഫാക്ടർ നമുക്ക് ഉണ്ടായിരുന്നു ആക്ച്വലി. അത് ഇപ്പം പടം ഹിറ്റ് ആയതുകൊണ്ട് ഈ സമയത്ത് ആർക്കും അറിയത്തില്ല. ഒരു പടം വർക്കായിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ നമ്മൾ അതിന്റെ പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാം റിസ്ക് തന്നെയാണ്. അത് ഓരോരുത്തരും എടുക്കുന്നത് വലിയ റിസ്ക് തന്നെയാണ്. അത് വർക്കായി കഴിയുമ്പോൾ നമുക്ക് അതിനെ ഡൈസെക്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് വർക്കായി അതുകൊണ്ട് വർക്കായി എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ ആ സമയത്ത് കോവിഡും വന്നു. ഞങ്ങളത് നെഞ്ചത്ത് കൈവച്ചിട്ട പടം ഇപ്പോഴും ഞാൻ പറയാണ്, അന്ന് വിശാഖ് എടുത്ത റിസ്കിന്റെ അത്രയും റിസ്ക് ഇല്ല കരം ഞങ്ങൾക്ക് റിലീസ് ചെയ്യാൻ. ഇപ്പൊ നോബൽ പ്രൊഡ്യൂസർ അല്ലേ, നോബൽ എന്തെങ്കിലും പ്രൊഡക്ഷനിൽ ഞങ്ങൾ തന്നെ പറഞ്ഞതാണ് പ്രൊഡക്ഷനിൽ വേണ്ടത്. കാരണം അഭിനയിക്കേണ്ട ആളാണ്. നോബൽ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിന്നതാ. ഞങ്ങള് വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഇനിയിപ്പം നോബലിനെ ഈ പടത്തിൽ പ്രൊഡ്യൂസർ ആക്കി ഇനി അടുത്ത പടം വരുമ്പോ ഇനി വേറൊരാൾ ചോദിച്ചെങ്കിലോ, അതുകൊണ്ട് നമ്മുടെ ഹീറോസ് ഒരിക്കലും പ്രൊഡക്ഷനിൽ ചെയ്യണ പടത്തിൽ കുറച്ച് അവര് ഫ്രീ ആയിട്ട് വിടുക, അവര് സ്വന്തമായിട്ട് ആക്ട് ചെയ്യുക, ടെൻഷൻ എടുക്കാൻ ഞങ്ങളുണ്ടല്ലോ. അല്ലെ എന്നാലും ഇപ്പം വിനീത് പറഞ്ഞതുപോലെ ഞാൻ കൂടിക്കോട്ടെ ചോദിച്ചോളൂ, നോബിൾ കൂടിയപ്പോ കൈ കൊടുക്കായിരുന്നു. അല്ല, അപ്പൊ ആക്ടിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറച്ച് ആക്ഷൻ ഒക്കെ ചെയ്യണമായിരുന്നു. മൈൻഡ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം, ബ്രെയിൻ വർക്ക് ചെയ്യണം. ഇപ്പം ഇവാൻ വുക്കോമനോവിച്ച് എവിടെ നിന്ന് കണ്ടു, എങ്ങനെയാ പുള്ളിയെ കൊണ്ടുവരുന്നത്? അയ്യോ, അത് ഞങ്ങൾക്ക് പഠിച്ചോൻ തന്നതാ. അല്ല, ഞാൻ ചോദിക്കുന്ന ആ ഒരു തോട്ട് എങ്ങനെയാ വരുന്നത്? പുള്ളിയെ കൊണ്ട് അഭിനയിപ്പിക്കാം അല്ലെങ്കിൽ അല്ല, അത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തലയിൽ വന്ന ഐഡിയ അല്ല. ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മലയാളികൾക്ക് മൊത്തം ഇഷ്ടമുള്ള ഒരു സായിപ്പിനെ ഞങ്ങൾക്ക് തരണേ ദൈവമേന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളില്ലല്ലോ. ഇപ്പം ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞതാണ്, പണ്ടൊക്കെ ആണെങ്കിൽ ഈ ആനവാൽ മോതിരത്തിലൊക്കെ അഭിനയിച്ച ബെഞ്ചമിൻ, ബ്രൂണോ, ഗാവിനൊക്കെ ഉള്ള സമയത്ത് മലയാളികൾക്ക് അറിയാം പുള്ളീനെ ഒരു പടത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ
ഇന്ന ആള് ഇത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സായിപ്പില്ലല്ലോ നമുക്ക് എത്രയോ കാലമായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഓക്കെ പുതിയൊരാളെ ഓഡിഷൻ ചെയ്യാന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ അറിയുന്ന ആരുമില്ല. അപ്പോൾ ഭീകര റിസ്ക്. ഓക്കെ അറിയുന്ന ആരുമില്ല, എന്തായാലും ഭയങ്കര പിവറ്റൽ റോളാണ് ഈ പടത്തിൽ അദ്ദേഹത്തിനുള്ള. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് നോബിളിൻ്റെ ബ്രദറാണ് ആശാൻ്റെ കാര്യം നമ്മളുടെ അടുത്ത് പറയുന്നത്. അതായത് ആശാൻ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയെങ്കിലും പുള്ളിക്ക് കേരളം ഭയങ്കര ഇഷ്ടമാണ്, മലയാളികളെ ഭയങ്കര ഇഷ്ടമാണ്. ഏതെങ്കിലും ഫോമിൽ പുള്ളിക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. പിന്നെ പുള്ളി ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് മുട്ടി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നോബിളിൻ്റെ ബ്രദറാണ് ഞങ്ങൾക്ക് കോണ്ടാക്ട് തരുന്നത്, ആശാൻ്റെ ഒരു മാനേജറിൻ്റെ. പിന്നെ സംസാരിച്ചപ്പോൾ ആശാൻ വില്ലിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓഡിഷന് വിളിച്ചു. അപ്പോൾ ആശാൻ ആ സമയത്ത് സെർബിയയിലല്ലേ? അതെ അതെ അതെ. അപ്പോൾ അവിടുന്ന് പുള്ളി വരണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും ദൂരം വരുത്തണ്ട. അപ്പം ഞാൻ അടുത്ത ആഴ്ച ദുബായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ സെർബിയയിൽ നിന്ന് ദുബായിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവിടുന്ന് ഓഡിഷൻ ചെയ്തു. ഓഡിഷൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. നമ്മൾ ഒരു സൂം മീറ്റിങ്ങിൽ സീനൊക്കെ പുള്ളിക്ക് ഒരു മെയിൻ ഒരു സീനുണ്ട് പുള്ളിയുടെ, അത് പുള്ളിക്ക് ബ്രീഫ് ചെയ്ത് സീൻ അയച്ചു കൊടുത്ത് പുള്ളി ഫുൾ ഡയലോഗ്സ് ഒക്കെ പഠിച്ച് ആക്ഷൻ വിളിച്ചപ്പോഴേക്കും മൊത്തം സാധനം പുള്ളി ചെയ്തു. എങ്ങനെ മലയാളി ടച്ച് ഉള്ളതാണോ അതോ കംപ്ലീറ്റ്ലി ഇല്ല? ഫോറിനറായിട്ട്. അതുകൊണ്ട് തന്നെയാണ് പിടിച്ചത്. വിശാഖനാണോ ചോദിച്ചിരുന്ന സാധനം. ഇപ്പോൾ തിയേറ്ററുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് ശ്രീകുമാർ ശ്രീ വിശാഖാണ്. അത് കുറേ നാളായിട്ട് ഒരു രീതിയിലിരിക്കുകയാണ്. എന്നാണ് അത് ഒരു വീണ്ടും പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നത്? ഇപ്പോൾ മൾട്ടിപ്ലക്സുകളുടെ കാലമാണ്, അങ്ങനത്തെ എന്തെങ്കിലും പ്ലാനിങ് കാരണമാണോ? ആക്ച്വലി ശ്രീകുമാർ നമ്മൾ ആദ്യം ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റാർട്ട് തുടങ്ങിയപ്പോൾ എക്സിസ്റ്റിംഗ് തിയേറ്റർ തന്നെ നമുക്കൊന്ന് മിനിക്ക് എടുക്കാന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. പിന്നെ 2 years കഴിഞ്ഞപ്പോഴാണ് ശരി അഡീഷണൽ സ്ക്രീൻസ് വെച്ചിട്ട് ശ്രീകുമാർ 2 സ്ക്രീനും വിശാഖ് 2 സ്ക്രീൻ, ടോട്ടൽ 4 സ്ക്രീനായിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ട് വരാമെന്നൊരു ഡിസിഷനിലെത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിൻ്റെ, കാരണം പഴയ സ്ട്രക്ചർ നമ്മൾ ഒന്ന് ചെയ്തു വരുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയും ടാസ്കും എല്ലാം ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. മോസ്റ്റ് പ്രോബ്ലി നെക്സ്റ്റ് ഇയർ എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ഇയർ എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ ഒരു ഇതിലാണ് നിൽക്കണത്. ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഞാനും കുറേ വർഷങ്ങളായിട്ട് ഇപ്പം വിനീതായിട്ട് ഒരു 5 കൊല്ലമായിട്ട് പടം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ഒരു കൊല്ലത്തേക്ക് ഞാൻ ഈ മര്യാദ ഗ്യാപ്പ് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കൊല്ലത്തേക്ക് ഞങ്ങൾ എല്ലാവരും ബ്രേക്ക് എടുക്കുക ഇത് കഴിഞ്ഞിട്ട്. ഇപ്പൊ സൂചിപ്പിച്ചില്ലേ, ഇപ്പോൾ OTT-യുടെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഹൃദയം വന്ന സമയത്ത് അറിയാൻ വേണ്ടിയിട്ടാട്ടോ, കോവിഡ് ഒക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു OTT കുറച്ചുകൂടെ ഫ്രീ ആയിരുന്നു എന്ന് തോന്നുന്നു അക്സെപ്റ്റ് ചെയ്യാൻ. അത് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി എനിക്ക് തിയേറ്റർ റിലീസ് ഇല്ലായിരുന്നെങ്കിൽ ഹൃദയത്തിനൊരു വലിയൊരു എമൗണ്ട് OTT ഓഫർ ചെയ്തേനെ. സ്ട്രേറ്റ് OTT റിലീസ് ചെയ്യാൻ വേണ്ടി ഹൃദയം ബഡ്ജറ്റിനെക്കാട്ടിലും ഇൻറ്റു 2 or 3 times ഒരു ഓഫർ ഉണ്ടായിരുന്നു. കാരണം അതാ പറഞ്ഞു, ആ സമയത്ത് OTT ഓഫേഴ്സ് ഒന്നും ഇപ്പം ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ആ എമൗണ്ടിനെ ഇപ്പം സ്ലാഷ് ഡൗൺ ചെയ്ത് നേരെ 1/3 ആയിട്ടുണ്ട്. കാരണം ഇപ്പം ഹൃദയം ഇറങ്ങിയ ടൈമിൽ നിങ്ങളുടെ ഫിൽമോഗ്രഫി വെച്ചിട്ട് പോലും 1/3 സ്ലാഷ് ചെയ്തിട്ടുണ്ട് OTT. ഞാൻ പറഞ്ഞ പൊതുവെ നമ്മുടെ പടമല്ല, മൊത്തമല്ല OTT ബിസിനസ് ആസെറ്റ്. ഞാൻ അവരുടെ മാർക്കറ്റാണ് പറയണത്. അവർക്കും ലിമിറ്റഡ് ബഡ്ജറ്റേ ഉള്ളൂ ഒരു പടം അഫോർഡ് ചെയ്യാൻ. ഇപ്പം മുമ്പൊക്കെ ഒരു വർഷം ഒരു 10-15 പടം എടുക്കുകയെങ്കിൽ ഇപ്പൊ അവർക്ക് വെബ് സീരീസ് വരണുണ്ട്, അവരുടെ പ്രൊഡക്ഷന് വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരു വർഷം അവർ പ്ലാൻ ചെയ്യുന്നത് 6-7 ഫിലിംസ് ആയിരിക്കും. അതിലെ ബെസ്റ്റ് ആണ് നോക്കണത്. അപ്പം കഴിഞ്ഞ വർഷം വരെ പടം റിലീസിന്റെ 1 മാസം മുമ്പ് വരെ എടുക്കും. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് അവർ 10 days മാർക്കറ്റ് സ്റ്റഡി നോക്കി ഗ്ലോബൽ മാർക്കറ്റ് കളക്ഷൻ നോക്കിയിട്ടാണ് ഇവർ പടം തന്നെ ഫിക്സ് ചെയ്യണത്. കാരണം ആ സ്ലോട്ടിൽ ആ പടം 7 പടമേ ഉള്ളൂ ഒരു വർഷം അവർക്ക് എടുക്കാൻ. അങ്ങനെ 2-3 പ്ലാറ്റ്ഫോംസേ ഉള്ളൂ. ഈ 3 പ്ലാറ്റ്ഫോംസിൽ വേണം നമ്മൾ ബെസ്റ്റ് ഫിലിംസ് ആയിട്ട് മാറാൻ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിലേ അവർക്ക് ഈ സിനിമകൾ എടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചില സിനിമകൾ അവർക്ക് എടുക്കാൻ പറ്റില്ല. അവർക്ക് ആ അലോട്ടഡ് ക്വാർട്ടറിൽ അവർക്കൊരു സിനിമ എടുക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിലേ അവർക്കും തീരുമല്ലോ ഫണ്ട്സ്. അപ്പോൾ ഇത് നമ്മുടെ സിനിമയുടെ മെറിറ്റിൽ മാത്രമല്ല ഇതിൻ്റെ സെയിൽ നിൽക്കുന്നത്, അവരുടെ ബഡ്ജറ്റും കൂടെ. കാരണം 3 years ബിഫോർ ഈ OTT സബ്സ്ക്രൈബേഴ്സ് കയറിക്കൊണ്ടിരുന്നു. അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് ആയല്ലോ. ഇത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അവരത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്രിക്കറ്റ് മാച്ചൊക്കെ വരുന്ന സമയത്ത് അതിന്റെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ആയിട്ട് അവർ സെറ്റിൽ. അത് നേരത്തെ ഇപ്പോഴത്തെ സക്സസ് റേഷ്യോ ഇനി ബാക്ക് ടു 10 years ബാക്ക് തിയേറ്റർ റൺ അല്ലാതെ
നമുക്ക് വേറെ ഒരു ഗിമിക്കും ഇല്ല ഇതില്. പക്ഷേ തിയേറ്റേഴ്സിൽ മുന്നിൽ ചേട്ടാ അത് ഇപ്പോഴും നമുക്ക് ഒരു ലോങ് റൺ ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ 10-15-20 ഞാൻ പണ്ട് നമ്മൾ 100 ദിവസം വരണ കളക്ഷനാണ് ഇപ്പം വേണമെങ്കിൽ ഒരു 5-6 ഡേയ്സിൽ. ഇപ്പൊ ലോഗോയുടെ എക്സാമ്പിൾ പറഞ്ഞില്ല, 10 ഡേയ്സിൽ എത്ര ഉണ്ട് വേൾഡ് വൈഡ് ഗ്രോസ്. ഇപ്പൊ അവര് തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തല്ലോ. അത്രയും മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. കാരണം പണ്ടൊക്കെ ഒരു പടം 6 years ബാക്ക് ഒരു തിയേറ്ററിലായിരിക്കും. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ശ്രീമാലാണെങ്കിൽ ശ്രീമാല മാത്രം പടം കളിക്കും. ഇപ്പൊ എറണാകുളത്താണെങ്കിൽ കവിത അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷെണൈസിലെ ഏതെങ്കിലും ഒരു പടം കളിക്കും. ഇപ്പം അതേ പടം ട്രിവാൻഡ്രത്ത് 40 സ്ക്രീനിൽ കളിക്കുന്നില്ല. അപ്പൊ 40 ദിവസത്തെ ഓഡിയൻസ് ഒറ്റ ദിവസത്തിൽ കയറുന്നില്ല. ഇതാണ് ഒരു പടം ഓടിയാലും 3 ദിവസത്തില് ആ കളക്ഷൻ മൊത്തം ഒരു 50 ദിവസത്തെ കളക്ഷൻ വേണമെങ്കിലും കിട്ടും. പഴയ ഇത് നോക്കിയാൽ 7 ഡേയ്സിൽ പടം കൊള്ളാമെങ്കിൽ ബേസിക് ആയിട്ട് ഇത്രേ ഉള്ളൂ, കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി, അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല. ബേസിക് ഒരാൾക്ക് ഹിറ്റ് അടിച്ച വേറെ ഒന്നും നോക്കാനില്ല. 5 ദിവസം ചാക്കലായിട്ട് ഹാപ്പി ആയിട്ട് ദുൽഖർ ഇപ്പൊ ഇരിക്കുന്ന പോലെ. പക്ഷെ അതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ പൈസ വരണം, എന്നാലേ അവർക്ക് അടുത്ത ലെവലിൽ ഒരു സാധനം ഡ്രീം ചെയ്യാൻ. സത്യം കേട്ടോ. കാരണം ഇപ്പൊ ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ നമ്മൾ ഈ ലോകേഷ് യൂണിവേഴ്സ് ഒക്കെ കണ്ടിട്ട് നമ്മളിലേക്ക് ഒരു സാധനം വരിക എന്ന് പറയുന്നത് വന്നില്ലേ ഇപ്പൊ. അതിന്റെ ഒരു ഹൈ ഉണ്ടല്ലോ ഇപ്പൊ തിയേറ്റേഴ്സിൽ തന്നെ ഒരു ക്യാമിയോസ് ഒക്കെ കണ്ട് ഇപ്പൊ പ്രൊമോഷൻ ഇല്ലാതെ കഴിഞ്ഞ വർഷം ഓണത്തിന് ഇറങ്ങിയാണ് കിഷ്കിന്താഘാതം. ഇതേപോലെ ആസിഫിന്റെ ഒരു പ്രൊമോഷനും ഇല്ലാതെ ലാസ്റ്റ് ഒരു 3 ദിവസം മുമ്പ് എന്താണ് ട്രെയിലർ ഇടുന്നത്. ആ പടം പോയ പോക്കുണ്ടല്ലോ, അതും ഒരു ട്രില്ലർ അല്ലെങ്കിൽ അത് ട്രില്ലറാണ് പോലും മാർക്കറ്റ് ചെയ്യില്ല. നമ്മളടുത്ത് ഒരു ഫാമിലി ഡ്രാമ പോലെയാണ് അത് കൺസിഡർ. തിയേറ്ററിൽ പോയപ്പോഴാണ് ഇത്രയും ഇമോഷൻ സസ്പെൻസ് എല്ലാം ഉണ്ടെന്ന്. പെട്ടെന്ന് അന്ന് സെക്കൻഡ് ഷോ ഇട്ടിട്ട് പെട്ടെന്നാണ് ആ പടം ഫുൾ ഹൗസിൽ പോയത്. ഒരു 10 days ഈക്വലി വേറെ ഓപ്പോസിറ്റ് പടങ്ങളുടെ കൂടെ കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത്. സക്സസ് ഫെയിലിയർ എന്ന് പറഞ്ഞതുകൊണ്ട് കൂടി ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. ഇപ്പം ബബ്ബ അതിൻ്റെ ട്രെയിലർ വന്ന് ഇതാവുന്നു. എനിക്കറിയാം റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പറയാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടു ഇൻസൈഡായിട്ട്. പക്ഷേ ലാലേട്ടൻ ഉൾപ്പെടെ ഭയങ്കര, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം കഴിഞ്ഞ 2 അഭിമുഖങ്ങളിലും വേറെ ചാനലിലൊക്കെ പോയിട്ട് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നത്. ഞാനങ്ങനെ ലാലേട്ടൻ ഒരു സിനിമയെ പറ്റി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത് കുറേ നാളായി കേട്ടിട്ട്. അപ്പോൾ ലാലേട്ടൻ ഇത് പറയുമ്പോഴേക്കും എന്തോ ഒരു സംഭവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തെങ്കിലും എനി ഡീറ്റെയിൽസ് ഇല്ല. എനിക്ക് അതിന്റെ ഡയറക്ടറോട് ചോദിക്കാണ്ട് അതിനെ പറ്റിയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അസിസ്റ്റന്റ് അല്ലേ? അല്ല, എന്നാലും അത് പറയാൻ പറ്റില്ല. ധനഞ്ജയ് ഡയറക്ടർ അല്ലേ, ഞാൻ അവന്റെ കീഴിൽ ജോലി ചെയ്യല്ലേ ഇതില്. അപ്പോൾ അവനോട് ചോദിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമല്ലോ. അല്ലല്ല, എന്റെ പടത്തിനെ പറ്റി ചോദിച്ചാൽ ഞാൻ പറയാം. അത് ഒരു പാട്ട് കഴിഞ്ഞ കാര്യമല്ല, ആ സിനിമ അല്ല, അത് നന്നായിട്ട് വരണം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. അവര് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. എപ്പോഴത്തേക്കാന്ന് എനിക്ക് അറിയില്ല. ഓക്കെ. ഇപ്പം ഈ പടത്തിന് ഇപ്പം നിങ്ങളുടെ കരങ്ങൾ അല്ലാതെ ഉണ്ടായ ഒരു സപ്പോർട്ടിങ് കരങ്ങൾ ആരൊക്കെയായിരിക്കും? ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ടീമായിട്ട് വരുന്നു, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതല്ലാണ്ട് നിങ്ങളുടെ അതേ ടീമാണ്. ഇപ്പം രഞ്ജൻ ചേട്ടനായിരിക്കും മിക്കവാറും എഡിറ്ററും. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു റാപ്പും ഉണ്ടാവും. ഷാനും കെയും അതുപോലെ തന്നെ ജോമോനും ഉണ്ട്. നിങ്ങളുടെ സെയിം ടീം റാപ്പോ ക്രൂ. പക്ഷേ ജോ ആയിട്ട് ഞാനിപ്പോൾ ജേക്കബിന്റെ സ്വർഗരാജ്യം കഴിഞ്ഞിട്ട് ഇപ്പോഴാണല്ലേ ഷാനും ജോ ആയിട്ട് ഞാൻ പിന്നെ വർക്ക് ചെയ്യുന്ന ഇതിലാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ എപ്പോഴും ഒരുമിച്ചുള്ളതുകൊണ്ടോ അങ്ങനെയുള്ള. പക്ഷെ ഞാനും ജേക്കബ് എപ്പോഴായിരുന്നു 2016 9 വർഷമായി ഞാനും ഷാനും ഡയറക്ട് ചെയ്ത പടത്തിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അതേപോലെ തന്നെയാണ് ജോ. കഴിഞ്ഞ പടത്തിൽ ആക്ട് ചെയ്തു വർഷങ്ങൾക്ക് ശേഷം. ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരുമിച്ച്. ഹൃദയം അവന്റെ വീട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഷാന്റെ വീട്ടില് അല്ലല്ല, കല്യാണിയുടെ വീടായിട്ട് കാണിച്ച ഷാന്റെ വീട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ അവനെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് സ്റ്റേജ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ പടത്തിൽ ഒരുമിച്ച് ചെയ്തിട്ട് 9 വർഷമായി. ഹെൽപ്പിംഗ് ഹാൻഡ്സ് പോലെയാണോ ചോദിച്ചത്? ആ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആണ് ഈ നമ്മുടെ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫാസ് വന്നു, ഇപ്പോൾ സരിഗമ മ്യൂസിക്കിൽ വന്നു, ഇതേപോലെ കല്യാൺ വന്നു. ഇവരൊക്കെയാണ് ആക്ച്വലി ഈ പടം നമ്മൾ തിയേറ്ററിൽ കൊണ്ട് എത്തിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്ത റിലീസ് ഡേറ്റ് കുറച്ച് സേഫ് ആണുള്ളത്. വേറെ പടങ്ങൾ ഇത് പ്ലാൻഡ് ആയിട്ട് ഞാനിപ്പോ മാർക്കറ്റിനെ കുറിച്ച് പ്രൊഡ്യൂസറിനോട് സംസാരിക്കുന്നത് സത്യം പറയാം, പ്ലാൻഡ് ആയിരുന്നു. ട്രെയിലർ ലുക്സ് സോ ഗുഡ്. അപ്പം ഭയങ്കരമായിട്ട് സംസാര വിഷയമാണ്. നിങ്ങൾ കമന്റ് സെക്ഷൻ കാണാറുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം വിനീതേൻ്റെ ഒരു ത്രില്ലർ പടം 12 വർഷങ്ങൾക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. അതും ഈ ഒരു വലിയ ക്യാൻവാസിലും കൂടെ വരുമ്പോഴേക്കും ഉണ്ടാവുന്ന എക്സ്പെക്ടേഷൻ ഹൈ ആണ്. അതൊരു തിരിച്ചടിയായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ? ഇപ്പം പറഞ്ഞ പോലെ വന്നാൽ മതി എന്നുള്ളൊരു കാര്യം. നമുക്ക് ആൾക്കാർ വരണം എന്നുള്ളതാണല്ലോ നമുക്ക് ആദ്യമുള്ള സംഗതി. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ട ദിവസം തന്നെ നമുക്ക് ആൾക്കാർക്കൊരു
നമ്മൾ അന്ന് വരെ ഒരു സാധനവും വിട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ ട്രെയിലർ ആളുകൾ എങ്ങനെ റിസീവ് ചെയ്യുന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഇത്. അപ്പോൾ അതിന് ഭയങ്കര ഒരു റെസ്പോൺസ് വന്നപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. ഭയങ്കര സർപ്രൈസ് എലമെന്റ്സ് വന്നു. നമ്മൾ ഒരു ഫോട്ടോ പോലും ഇടാത്തോണ്ട് ഇത് ഇവരെപ്പോ പോയി ഇത് ഷൂട്ട് ചെയ്തു. കുറേ ഞങ്ങളെ കാണുന്ന ആൾക്കാർ, നിങ്ങൾ ഇത് എപ്പോഴാണ് ഷൂട്ട് ചെയ്തത്, കഴിഞ്ഞ കൊല്ലല്ലേ വർഷങ്ങൾക്ക് ശേഷം വന്നത്, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ പുറത്ത് പോയിട്ട് ഇത് എപ്പോഴാണ് ഷൂട്ട് ചെയ്തത്, ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സംഗതി. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ട്രെയിലറിൽ സെക്കൻഡ് ഫ്രെയിം ആണെന്ന് തോന്നുന്നു നിങ്ങൾ ആ ചേസിങ് സീക്വൻസിൽ നിങ്ങൾ ട്രക്കൊക്കെ പറയുന്നത് അല്ല ഭയങ്കര എക്സ്പെക്ടേഷൻ വേണ്ട ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. ശരിക്കും ടോപ്പ് ചെയ്തു, അതിൽ എക്സ്പെക്ടേഷൻ ഇല്ല, ടോപ്പ് ചെയ്തു. ഞങ്ങൾ മറിച്ചതാണ് സീരിയൽ. ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ തീ പിടിച്ചുകൊണ്ടുള്ള ഫൈറ്റ് ഒക്കെ ആ ഫയറൊക്കെ ഒറിജിനലാണ്. അതൊരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന്റെ CG നന്നായിട്ടുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ട് ഒരുത്തൻ തീ പിടിച്ച് ആക്ച്വൽ ഫയർ. അത് ഫൈനൽ നോട്ടിലിട്ട് എന്താണ് പ്രേക്ഷകരോട് ഞാൻ ഇപ്പൊ തന്നെ കുറെ ഇപ്പോൾ സസ്പെൻസിന്റെ കാര്യമൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു ഫൈനൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് എന്തായിരിക്കും നമ്മുടെ ആഗ്രഹം? ഇതാണ്, നമ്മൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ത്രില്ലർ ചെയ്യാനുള്ള എല്ലാ എഫേർട്ടും ഞങ്ങളുടെ സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. വന്നിട്ട് കാണട്ടെ, അവരവരുടെ അഭിപ്രായം പറയട്ടെ. മെയിൻ നിർമ്മാതാവ് 25th തന്നെ എല്ലാവരും പടം തിയേറ്ററിൽ വന്ന് കാണണം, അഭിപ്രായം പറയണം. ഇപ്പൊ വിനീത് പറഞ്ഞ പോലെ എല്ലാവരും അറിയാമല്ലോ, തിയേറ്ററിൽ കണ്ടില്ല എന്നിട്ടാണ് ഒപ്പീനിയൻസ് ഒക്കെ OTT-ലൊക്കെ വന്നത്. ഇപ്പൊ ഡെഫിനറ്റ്ലി വിനീത് ഒരു കുറെ ഒരു 12 years കഴിഞ്ഞിട്ടല്ലേ വീണ്ടും ഒരു ത്രില്ലറായിട്ട് വരണം. അപ്പം ഡെഫിനറ്റ്ലി വിനീതിന്റെ ഒരു കഴിഞ്ഞ 3 പടം പ്രൊഡ്യൂസ് ചെയ്ത രീതിയിൽ കഴിഞ്ഞ 2 പടത്തിനെക്കാട്ടിലും ഒരു ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് ആസ് എ ഡയറക്ടർ. വിനീത് മാത്രമല്ല, ഫുൾ ക്രൂവും ടെക്നീഷ്യൻസും. അതുകൊണ്ട് ആ എഫേർട്ട് എല്ലാം ആൾക്കാരും കൂടെ ഒന്ന് മനസ്സിലാക്കി പടം ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അത്രയും ഹാപ്പി. ലാലേട്ടനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നു കേട്ടു, അത് വീണ്ടും എന്തോ സ്ക്രിപ്റ്റ് വർക്ക് ശരിയായില്ല, പിന്നെ അത് വിട്ടു, പിന്നെ വീണ്ടും ഞാനും കേൾക്കുന്നുണ്ടല്ലോ അത് കേട്ടു. എന്താണ് അത് വെച്ചിട്ട് ഞാൻ ആക്ച്വലി ലാലങ്ങളുടെ അടുത്ത് പറഞ്ഞ സബ്ജക്റ്റ് ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷം. അല്ല അതൊക്കെ അത് പിന്നീട് ചെയ്യാൻ പറ്റിയില്ല, അത് മനസ്സിലാക്കി. അല്ലാണ്ട് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ അവിടെ ചെന്നൊന്നും പറഞ്ഞിട്ടില്ല. പ്ലാനിങ് ഉണ്ടോ? പ്ലാനിങ് ഉണ്ടെന്ന് കേട്ടു. അങ്ങനെയല്ല, ആർക്കും ആഗ്രഹമില്ല. ഇത് എവിടുന്ന ഈ ബസ് മാർക്കറ്റ് പഠിച്ചതുപോലെ നിലവിൽ എൻ്റെ കയ്യിൽ അങ്ങനെ നല്ല സബ്ജക്റ്റ് ഒന്നുമില്ല, ഒന്നും ആയിട്ടില്ല. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. രണ്ടുപേരും പൊളിക്ക്. എന്നിട്ട് ഈ പടത്തിന് ശേഷം കണ്ടതിന് ശേഷം ഇന്റർവ്യൂ തരും. താങ്ക് യു.